നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഘടകകക്ഷികൾ വലിയ എതിർപ്പുന്നയിച്ചിട്ടും CPI നിരന്തരം പരസ്യമായി വിമർശനം ഉന്നയിച്ചിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രി വഴിവിട്ട സംരക്ഷണം ADGPക്ക് ഒരുക്കുന്നുണ്ടോ? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പ്രേക്ഷകനായി നമുക്കൊപ്പം ചേരുന്നത് വെള്ളമുണ്ടയിൽ നിന്ന് സൂപ്പിയാണ്. സൂപ്പി, നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്താണ് സൂപ്പിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഈ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാം, അതിനുശേഷം നടപടി മതി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട്, അതിനോട് സൂപ്പി എങ്ങനെയാണ്? യോജിക്കുന്നുണ്ടോ അതോ എതിർപ്പാണോ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? സൂപ്പി കേൾക്കുന്നുണ്ടോ? എന്റെ അഭിപ്രായത്തില് CPI ഇപ്പോ ഇതിന് കടും പിടുത്തം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവര് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയ മുഖ്യമന്ത്രി ഇതിനൊന്നും ഭയപ്പെടാൻ തോന്നുന്നില്ല. പിന്നെ ഈ CPI തുള്ളിയാൽ മുട്ടോളം തുള്ളുള്ളൂ, പിന്നെ തുള്ളിയാൽ ചട്ടിയിൽ എന്ന് പറഞ്ഞ പോലെ അവര് അതുവരെ തുള്ളുള്ളൂ. പിന്നെ അവര് CPIക്കൊന്നും മുഖ്യമന്ത്രി വഴങ്ങാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി കണ്ടമാനം ADGPയെ സഹായിക്കാൻ വേണ്ടിയും BJPയെ വാർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു CPM പ്രവർത്തനം തന്നെയാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ, അതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ സൂപ്പി വിളിച്ചതിന്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലകൃഷ്ണനാണ് ചേരുന്നത് വടകരയിൽ നിന്ന്. ബാലകൃഷ്ണൻ, സ്വാഗതം. നമസ്കാരം പൊതുവേദിയിലേക്ക്. എന്താണ് ബാലകൃഷ്ണന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ? നമസ്കാരം മാഡം. നമസ്കാരം. സത്യത്തില് ഈ CPIയുടെ വിനോയ് വിശ്വത്തിനൊക്കെ ഇപ്പൊ മുൻപ് പ്രതികരിച്ച പ്രേക്ഷകൻ പറയുന്നത് കേട്ടില്ലേ? അദ്ദേഹം CPM കാരനാണ്. CPI പറഞ്ഞാലൊന്നും ഈ മുഖ്യമന്ത്രി വഴങ്ങൂല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണ്. എന്തൊരു ആവാസാരി മാഡം ഈ പറയുന്നത്. ഇതിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ മാഡം, ഈ അജിത് കുമാറിന് BJPയുടെയും RSSന്റെയും നേതാക്കന്മാരെത്തി ദൂതനായിട്ട് പിണറായി വിജയന്റെ അറിവോടുകൂടി പല പ്രാവശ്യം അയച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെയും പല പ്രാവശ്യം ഈ കളി കളിച്ചിട്ടുണ്ട്. കാരണം ഇത് വെളിച്ചത്തായാൽ വലിയ പ്രശ്നമാണ് CPMനെ സംബന്ധിച്ച്. അൻവർ ഇപ്പം പുറത്തു വരും. കേൾക്കാമോ മാഡം? കേൾക്കുന്നുണ്ട്. അൻവർ ഇപ്പം പുറത്തു പോയി അഥവാ ചില്ലറ അഴിമതി ആരോപണം അതൊന്നും ഈ മുഖ്യമന്ത്രിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. കാരണം അതവർ കേട്ട് തയമ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് വലിയ പ്രതിസന്ധിയിലാണ് വരിക. അജിത് കുമാറിനെതിരെ നടപടി എടുത്താൽ അദ്ദേഹത്തിന് ആര് പറഞ്ഞാൽ RSSന്റെ മേധാവിമാരെത്തി പലരും ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ CPM ആർക്ക് വോട്ട് ചെയ്ത് ഇതൊക്കെ പരിശോധിക്കുക. ഇതൊക്കെ അജിത് കുമാർ വിളിച്ചു പറയും. ഇവര് പോയിട്ട് പറയും പൗരത്വം നടപ്പാക്കൂല, ഞങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷമാണ് യഥാർത്ഥ വർഗീയവാദികൾ. ഈ പിണറായി വിജയൻ നമ്പർ 1 ഫാസിസ്റ്റ് ആണ്, നമ്പർ 1 വർഗീയവാദിയാണ്. അതാണ് ഇതിന്റെ. നേതാക്കളെ കണ്ട വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതിന്റെ നടക്കുന്നത് കേന്ദ്ര ഏജൻസിയാണോ നടക്കുന്നത്? കേന്ദ്ര ഏജൻസിയാണോ അന്വേഷണം നടത്തുന്നത് മാഡം? DGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. DGP കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പരിധിപ്പെട്ട ആളല്ലേ സർ? പക്ഷേ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൽ ADGP ഈ വിഷയത്തിൽ നൽകിയ മറുപടി തൃപ്തികരമല്ല എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. തൃപ്തികരമാവൂലല്ലോ. അതുകൊണ്ടാണ് ADGPക്ക് എതിരായിട്ടല്ലേ, അല്ലാതെ സംരക്ഷണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വർഗീയവാദിയാണെന്ന് അറിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് CPMനെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM ഒന്നുമല്ല എങ്കിലും ഉള്ള കച്ചി തുരുമ്പ് വരെ നഷ്ടപ്പെടും. കാരണം എവരാണ് സാർ എപ്പോഴും വർഗീയത പറഞ്ഞ് വോട്ട് മുതലെടുക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ വർഗീയത. ബിനോയ് വിശ്വത്തിനെല്ലാം പോയി ചത്തൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അവരെ മുന്നണിയിലുള്ളവരാണ് പറയുന്നത് CPIനെ ഒന്നും ബലവെക്കൂല മുഖ്യമന്ത്രി. ഇത് എന്ത് മുന്നണി സംവിധാനമാണ് സാർ കേരളത്തിലുള്ളത്? ശരി, അതാണ് ബാലകൃഷ്ണന്റെ അഭിപ്രായം ഈ വിഷയത്തിലുള്ളത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപാണ് ചേരുന്നത്. പ്രദീപ്, നമസ്കാരം. അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. നോക്കൂ, ഈ കമ്മ്യൂണിസം എന്നത് ലോകത്തിന് തന്നെ ഒരു ശാപമാണ്. ലോക ശാപമാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും പരമോന്നത നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് കേരളത്തെ ഇന്ന് ഈ ഗതിയാക്കി, ഇത്ര പരഗതിയാക്കി മാറ്റിയതിന്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പിണറായി വിജയൻ കേന്ദ്രവുമായി നല്ല ബന്ധത്തിലാണെന്നേ. നിങ്ങളാരും ഇവിടുത്തെ ഈ പൊട്ടാൻ ജനങ്ങൾ വിചാരിക്കും പോലെ കേന്ദ്ര BJP ആയിട്ടോ ഒന്നും വലിയ പ്രശ്നമുള്ള ആളല്ല പിണറായി വിജയൻ. ഇലക്ഷന് തൊട്ട് മുമ്പ് തന്റെ മകളുടെ കേസുമായി, അതായത് എനിക്കൊന്നിന് എന്തോ ആ മാസപ്പടിയുമായി ഇപ്പൊ ED അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് വന്നതാണ്. തൃശ്ശൂർ കാര്യം എന്തായി? തൃശ്ശൂരിലെ ആ ബാങ്കിന്റെ വിഷയങ്ങൾ എന്തായി?
പിന്നെ ലാവലിൻ കേസ് എത്ര തവണ മാറ്റി വെച്ചു? കേന്ദ്രവുമായി ഇവർക്ക് നല്ല ബന്ധമുണ്ട്. ഇന്ന് സുരേന്ദ്രന്റെ കേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അറിയോ എന്തുകൊണ്ട് സുരേന്ദ്രന്റെ കേസ് മാറ്റി? അല്ല, അത് സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു. അതായത് സുരേന്ദ്രൻ ഇനി അതിൽ ഒന്നുമല്ല. സർക്കാർ അങ്ങനെ നല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയോ, പിണറായി വിജയൻ അഴിയേണ്ട ആളാണെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അവര് തമ്മിലും നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ഈ പാവപ്പെട്ട കേരളത്തിലെ പൊട്ടൻ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അവരോട് സഹതപിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒപ്പം ഒരു കാര്യം കൂടെ പറയാം. കുറെ ആൾക്കാർ വിളിച്ചിട്ട് ഈ പൊതുവേദിയിൽ ഒരുപാട് പേര് കാത്തു നിൽപ്പുണ്ട്. അവനവന് പറയാനുള്ള വിഷയം 1 മിനിറ്റിൽ നിർത്താൻ ശ്രമിക്കുക. 1, അവരോട് 2, അവരങ്ങനെ നിർത്താതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് താങ്കൾ, അതായത് മനുവും താങ്കളും കിരണും എല്ലാം പറയാ 1 മിനിറ്റിൽ അവരെ നിർത്താൻ ശ്രമിക്കുക. കുറഞ്ഞ ഒരു 10-30 പേരെങ്കിലും സംസാരിക്കും. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി പ്രദീപ്. എന്തായാലും പ്രദീപ് മുന്നോട്ട് വെച്ച ആശയം വളരെ നല്ലതാണ്. കേൾക്കുന്ന പ്രേക്ഷകരും ഏറ്റെടുക്കുക. നമ്മൾ പലപ്പോഴും ഇടപെടാറുണ്ട്, പക്ഷേ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഒരല്പം നീണ്ടുപോകുമ്പോൾ ഒരു പരിധിക്കപ്പുറം നമുക്ക് ചില ഘട്ടങ്ങളിലെങ്കിലും ഇടപെടാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. എന്തായാലും പ്രദീപിന്റെ അഭിപ്രായമാണ് പ്രദീപ് രേഖപ്പെടുത്തിയത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് വിളിക്കുന്നത്. മുഹമ്മദ്, നമസ്കാരം. ഇപ്പോൾ നേരത്തെ സംസാരിച്ച പ്രേക്ഷകരൊക്കെ പറയുന്നത് പോലെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അനാവശ്യമായി ADGPയെ സംരക്ഷിക്കുന്നുണ്ട്. ആ ഒരു നിലപാടുണ്ടോ മുഹമ്മദിന്? ആദ്യമായിട്ട് ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് പറയണു, ഇപ്പൊ പറഞ്ഞ ആളും അതിന്റെ മുമ്പ് പറഞ്ഞ ആളും പറഞ്ഞത് വളരെയധികം നല്ല കാര്യമായിട്ടായിരിക്കും എന്നുള്ളതാ അവരെ രണ്ടാളെയും ധാരണ. എന്നാ അവർ ഈ ലോകത്ത് ജീവിക്കണോലല്ല. കമ്മ്യൂണിസ്റ്റ് ആരാന്നുള്ളത് അവർക്ക് അറിയില്ല. പിന്നെ ഇവര് ഏറ്റവും ബന്ധത്തിലാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങളൊക്കെ സാധാരണ അരിപ്പെട്ട അണികളൊക്കെ തന്നെയാണ്. ഞങ്ങളൊക്കെ അറിയാം. ഞങ്ങളും നേരത്തിന് അന്നാഹാര കഴിക്കുന്നത്. അപ്പൊ ഒരു CPM അണി എന്നുള്ള നിലയിൽ മുഹമ്മദിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഇത്രയും വലിയ വിമർശനങ്ങളൊക്കെ ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ട് എന്നിട്ടൊരു നടപടി ഇതുവരെ എടുത്തില്ല? പറയണ്ട, അത്രേ പറയാനുള്ളൂ. ഒരിക്കൽ കൂടി പറയാമോ അത്? ശരി മുഹമ്മദ്, എന്തായാലും മുഹമ്മദിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നത്. ദാസൻ, പറഞ്ഞോളൂ അഭിപ്രായം. അല്ല, ഇതിപ്പോ നമ്മളൊക്കെ കുറെ കാലങ്ങളായിട്ട് രാഷ്ട്രീയം നോക്കുന്ന ആളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തില് ജീവനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഞാൻ കണ്ടത് കുറെ കാലങ്ങളായിട്ട് CPI. പക്ഷെ അതും ചത്തു കഴിഞ്ഞു. കാരണം കാനം അതിനെ പകുതിയെ കൊന്നു, ബാക്കി ഇപ്പോഴത്തെ ഇയാളും കൊന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു അനിയന്റെ വീട്ടിൽ ആരോപണം ഉണ്ടാവുക, ഏട്ടെ അന്വേഷിക്കുക, എന്റെ റിപ്പോർട്ട് അച്ഛനോട് കൊടുക്കുക. പിന്നെ അതിലെന്ത് സത്യം ഉള്ളത്? പിണറായി വിജയൻ എന്ന് വെച്ചാൽ നമ്മുടെ കേരളം കണ്ടതിൽ ഏറ്റവും മോശക്കാരൻ മുഖ്യമന്ത്രി. കാരണം ഇയാള് ഒരു കപട രാഷ്ട്രീയക്കാരനാണ്. ആർക്കും പിടുത്തം കിട്ടൂല. ഇയാൾ മുഴുവൻ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാളിങ്ങനെ ഇവർ കുറെ, ഞാൻ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരുത്തരും ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ അയാൾക്ക് തോന്നുന്നൊക്കെ കളിക്കുക, ബാക്കി അത് കൈ മൂട്ടി ഇങ്ങനെ കാണും. എന്തൊരു ലോകമായി, എന്തൊരു ഇടതുപക്ഷ ഇത് ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റുമോ? ഇത് ഏകാണ്ട് ഫിലിപ്പീൻസിലുണ്ടായിരുന്നു പണ്ടേ മാർക്കോസും ഇമൽഡ മാർക്കോസും ഭാര്യയും ഭർത്താവും. നിങ്ങൾക്ക് ചരിത്രമായിരുന്നൊക്കെ അറിയാം. അതുപോലത്തെ ഒരു മാർക്കോസാണ് ഈ പിണറായി വിജയൻ. ഇയാളെ പേടിച്ചിട്ട് എല്ലാ ആൾക്കാരും, ഇയാൾ ശരിക്കും കപട രാഷ്ട്രീയക്കാരനാണ് ഇയാൾ. പിന്നെ അൻവറിനെ നമ്മൾ അംഗീകരിക്കില്ല. അൻവർ ഇയാളെക്കാളും കഷ്ടമാണ്. പക്ഷെ എന്തായാലും പിണറായി വിജയനെ ഈ ഇടതുപക്ഷത്തിന് ശരിയാക്കാൻ പറയണമെങ്കിൽ CPI ആ ചന്ദ്രപ്പനോ വലിയ ഭാഗനോ ഉണ്ടെങ്കിൽ ഒറ്റ വാക്കിലാണ് നിൽക്കും. എന്താ 10-20 മെമ്പർമാരുണ്ട്. ഞാൻ നാളെ ഇപ്പം മാറ്റുന്നതിനെ മാറ്റിയിരിക്കും. പക്ഷെ ഈ വിനോദ് വിശ്വം തീർത്തും മഹാകഷ്ടം. അദ്ദേഹം ശക്തമായി തന്നെ എത്രയോ ദിവസങ്ങളായി നിലപാട് അറിയിക്കുന്നുണ്ട്, പരസ്യമായി തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ടത് ധരിപ്പിക്കുകയും ചെയ്തില്ലേ? അല്ലല്ല, ഭർച്ച പറയാൻ നിർത്തിക്കണോ? ഞാൻ എന്ത് മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആളിലെ DGP. ആ DGP ADGPനെ പറ്റി അന്വേഷിക്കുന്നത്. അതല്ലേ നമ്മുടെ അനിയനെ പറ്റി പരാതി വരിക, ഏട്ടെ അന്വേഷിക്കുക, റിപ്പോർട്ട് അച്ഛന് കൊടുക്കുക. പിന്നെ ഇതെന്താ ഉണ്ടാവും? ഇതിനപ്പുറം ഇത് നാട്ടുകാരെ മൊത്തം മുന്നിലാക്കുക. ഈ ഇടതുപക്ഷക്കാർ ഇനിയെങ്കിലും എന്നെ പൊന്നുപോലത്തെ സഹാക്കന്മാരെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ ശരിക്കും എല്ലാവരും കണക്കാം. എല്ലാം ശരി. വളരെ നന്ദി ദാസൻ വിളിച്ചതിന്, അഭിപ്രായം രേഖപ്പെടുത്തിയതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മണ്ണൂത്തിയിൽ നിന്ന് ജോസഫാണ്. ജോസഫ്, നമസ്കാരം. പറഞ്ഞോളൂ അഭിപ്രായം.
നമസ്കാരം. എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ രണ്ട് വിഭാഗമുള്ളൂ, കമ്മ്യൂണിസ്റ്റ് ആൻഡ് ആന്റി കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് എല്ലാത്തിനും ഒറ്റക്കെട്ട. ഈ പാർലമെന്റ് മോഹമില്ലാത്ത നേതാക്കന്മാര് CPM മാത്രമേ ഉള്ളൂ. CPIക്കാർക്ക് പോലും CPI നല്ല നേതാക്കളുടെ ചീത്ത പാർട്ടിയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് അവർ കോൺഗ്രസിനെ കൂടിയായിരുന്നു. അവര് എല്ലാ കാലത്തും മന്ത്രിമാരായിട്ടുണ്ട് കേന്ദ്രത്തിൽ ചാൻസ് കിട്ടിയപ്പോൾ. ഏറ്റവും പാർലമെന്ററി വ്യാമോഹമില്ലാത്ത പാർട്ടി CPM മാത്രമേ ഉള്ളൂ. ഈ പിണറായി വിജയന്റെ ലാവലിംഗ് കേസൊക്കെ ചെറിയ എഴുന്നള്ളിക്കാനുണ്ട്. അതൊക്കെ വിചാരണയ്ക്ക് പോലും യോഗ്യമില്ലാതെ പോലും എടുത്തെറിഞ്ഞു കഴിഞ്ഞ കേസാണ് അതൊക്കെ. അന്ന് നായനാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയി കനഡയിൽ പോയിട്ടുണ്ട്. ഇദ്ദേഹം കാർത്തികേയനെ ഒപ്പിട്ട് അന്ന് MOU ഒപ്പിട്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ട് 1 മിനിറ്റിലൊക്കെ സംസാരം സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ 5 മിനിറ്റ് സംസാരിച്ചാൽ പോട്ടെ. അപ്പൊ അന്നത്തെ നായനാർ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് പിണറായി വിജയൻ വെറൊരു ചെറിയൊരു മന്ത്രിയാണ്. അയാൾക്കൊന്നും CPMന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനോ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനൊന്നും പറ്റുമായിരുന്നില്ലാന്ന്. വെറുതെ ആൾക്കാരെ അടിച്ചുപെട്ടാണ്. ഇയാളിപ്പോ ഈ പിണറായി വിജയൻ ഈ പാർട്ടിന്ന് പോയിട്ട് ഇനി മറ്റേ പുറത്തേക്ക് പോയി നിൽക്കാൻ CPM അയാൾ ഏറ്റവും നല്ല ആളാവും. ഈ രാഘവനും ഗൗരിയെന്നൊക്കെ പാർട്ടിന്ന് പോയിട്ടുണ്ടല്ലോ, അവര് വലിയ ആൾക്കാരെ ഈ പാർട്ടി നിൽക്കുമ്പോൾ പൊട്ട ആൾക്കാരാവും. ഇത് സ്ഥിര ഒരു പോളിസിയാണ്. പിന്നെ ഈ ഒന്ന് സ്കൂളിൽ പോയിട്ട് വരാൻ പറയും വിരുദ്ധമാക്കി വരാൻ പറ്റുന്ന ആൾക്കാർ. മറ്റൊരു കളി കാണണ്ടേ? ഞാനൊക്കെ അരച്ചു പിടിച്ച് പഠിച്ചിട്ടുള്ളതാണ്. പല വേദികളിൽ സംസാരിച്ചും ഡിബേറ്റ് പങ്കെടുത്തിട്ടും ആൾക്കാരെ തറ പറ്റിയിട്ടുള്ള ആളാണ്. അഹങ്കാരം കൊണ്ട് പറയല്ല. ശരി ജോസഫ്, വളരെ നന്ദി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് പ്രസാദാണ് വിളിക്കുന്നത്. പ്രസാദ്, നമസ്കാരം. എന്താണ് പ്രസാദിന് ഈ വിഷയത്തിൽ തോന്നുന്നത്? അങ്ങനെ ഒരു വഴിവിട്ട സംരക്ഷണം മുഖ്യമന്ത്രി നൽകുന്നുണ്ട് എന്നാണോ തോന്നുന്നത്? അതോ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എടുത്താൽ മതി എന്നുള്ള നിലപാട് അതാണ് ശരിയെന്നാണോ തോന്നുന്നത്? നമസ്കാരം, ഞാൻ പ്രസാദാണ്, കൊട്ടാരക്കര പുത്തൂരിൽ നിന്ന്. ഞാൻ ഇടതുപക്ഷക്കാരനായിരുന്നു. പക്ഷെ ഇനി ഈ ഇടതുപക്ഷത്തോട് കൂടെ പോകുന്നതിന് ഒട്ടും ചേരത്തില്ല. കാരണം ഈ പിണറായി വെറും ഒരു അവിടെ തന്നെ PR ഏജൻസിയൊക്കെ വെച്ച് ഇങ്ങനൊന്നും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയും ഇന്ന് വരെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തിയാണോ പാർട്ടി വിടാമെന്ന് പ്രസാദ് തീരുമാനിച്ചത്? അതെ. ഞാൻ ഇനി ഈ പാർട്ടി ഞാനെന്റെ കുടുംബക്കാരൊന്നും ഇനി ഈ പാർട്ടിന്ന് വോട്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ 1971 തൊട്ട് ഇത് ഇനി ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യത്തില്ല. കാരണം ഈ പാർട്ടി വെറും ഒരു ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന കാലത്തോളം ഇയാളൊരു മഹാകള്ളനാണ്. അയാൾക്കുടെ ഫാമിലിയും റിയാസിനെയൊക്കെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയാ. പക്ഷെ ഈ പാർട്ടി ഇനി അയാൾക്കറിയാം, ഇനി ഈ പാർട്ടി വരുത്തില്ല എന്നുള്ള കാര്യം അയാൾക്ക് നല്ലപോലെ അറിയാം. ഇനി അടുത്ത പ്രാവശ്യം ഇലക്ഷനൊന്നും ഇവനൊന്നും കെട്ടിവെച്ച കാശ് പോലും കൊട്ടാരക്കര ഇരിക്കുന്ന ബാലഗോപാലിനും എല്ലാവരും അറിയാം. കാരണം ഇനി ഈ പഞ്ചായത്തിൽ ഒന്നും കിട്ടത്തില്ല. അവർക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷക്കാരെല്ലാവരും എഗനിസ്റ്റാണ്. കാരണം ഈ പിണറായിയെ പോലെ ഇത്രയും ഒരു മുഖ്യമന്ത്രിയാണ്. നേരത്തെയൊക്കെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു, ഇപ്പൊ ഒട്ടും കൊള്ളത്തില്ല. ശരി, വളരെ വ്യക്തമാണ് പ്രസാദ് താങ്കളുടെ അഭിപ്രായം, നിലപാട്. എന്തായാലും വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ, നമസ്കാരം. പറഞ്ഞോളൂ അഭിപ്രായം. നമസ്കാരം മാഡം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമുക്ക് അറിയാവുന്ന ഇതിനു മുന്നേ ഒരു DGP ഉണ്ടായിരുന്നു, ലോക്നാഥ് ബെഹ്റ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇരിക്കുമ്പോഴും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഉള്ളപ്പോ പിന്നെ ഒരു അജിത് കുമാറിനെ കൊണ്ടെന്റെ കാര്യമില്ലല്ലോ. ഈ മുഖ്യമന്ത്രിക്ക് ഈ ലോക്നാഥ് ബെഹ്റയാണ് ഈ BJP ആയിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ തെളിവ് VD സതീശനൊക്കെ പറഞ്ഞിരുന്നത്. പത്മജ വേണുഗോപാലിനെ അടക്കം BJPക്ക് കൊണ്ടുവന്നത് ഈ ലോക്നാഥ് ബെഹ്റയാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുള്ളപ്പോ ഈ അജിത് കുമാർ പോയിട്ട് പിന്നെ അജിത് കുമാറായിട്ട് BJP ആയിട്ട് ബന്ധപ്പെടാനായിട്ട് അജിത് കുമാറിനെ ബന്ധപ്പെട്ടു എന്നുള്ളത് അത് ജനങ്ങൾ തീരുമാനിക്കില്ല. രണ്ടാമത് പറയണം, PV അൻവർ പറഞ്ഞു സ്വർണം മുഴുവൻ പോലീസാ പൊട്ടിക്കണെന്ന്. അവിടെ ഇൻഫോർമർ കസ്റ്റംസ് ആണ്. അപ്പൊ കസ്റ്റംസിന് കൊടുക്കണം, ADGP അജിത് കുമാറിന് കൊടുക്കണം, ശശിക്ക് കൊടുക്കണം, SP കൊടുക്കണം, DYSP കൊടുക്കണം. ഈ ഭീമ ജ്വല്ലറിയിൽ ഒരു മാസം കൊടുക്കുന്ന സ്വർണ്ണം ഉണ്ടായ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും വിലയിരുത്തട്ടെ. പിന്നെ ഇതിനു മുന്നേ നമ്മുടെ ISRO ചാരക്കേസ് ഉണ്ടായിരുന്നു. അന്ന് K കരുണാകരൻ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. അതായത് മറ്റേ അന്നത്തെ DGP ആയിരുന്ന രമൺ ശ്രീവാസ്തവനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. എങ്കിലും പിന്നീട് എന്താണ് കണ്ടത്? അത് കള്ളക്കേസാണ്, അതിൽ യാതൊരു തുമ്പുമില്ല എന്ന് പറഞ്ഞിട്ട് രമൺ ശ്രീവാസ്തവനെ വെറുതെ വിട്ടു. അതേമാതിരി ആണോ? അപ്പൊ ഇവിടെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്താണോ വരുന്നത്? ഇപ്പൊ ചേട്ടനും അനിയനെന്ന് പറഞ്ഞു, പോലീസിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആൾക്കാരിനെ ഇപ്പൊ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ADGP വന്ന DGPക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അത് വീട്ടുകാരായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ADGPക്ക് എതിരെ വന്ന DGPക്ക് എതിരെ വന്ന അതിന് മേലെ ചീഫ് സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മേലെ ആരാണോ അവരെ കൊണ്ട് അന്വേഷിച്ച് ആ റിപ്പോർട്ട് കൊണ്ടുവരിക. ആ റിപ്പോർട്ടിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാം. ഇതേമാതിരി തന്നെയാണ് ഇപ്പൊ PV അൻവറിനെ പറ്റി ഇവിടെ എല്ലാ മാധ്യമങ്ങളും വന്ന് ചെയ്യുന്നുണ്ട്. ഒരു കള്ളക്കടത്തുകാരന്റെ ഈ കള്ളക്കടത്ത് നടത്തിയ ആൾക്കാർക്ക് അവർക്ക് പ്രശ്നമില്ല. കാരണം അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ കള്ളക്കടത്തുകാരന്റെ വാക്കാണ് PV അൻവർ പറയണേ. അവർക്ക് യാതൊരു പരാതിയും ഇല്ല.
ഇനിയിപ്പോ ഞാൻ നിർത്തുകയാണ്, കാരണം ഇത് കൂടുതൽ ശരി ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ പോയിന്റുകൾ. നന്ദി സുരേന്ദ്രൻ വിളിച്ചതിന്. ഷിനി പാവർട്ടിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഷിനി നമസ്കാരം, എന്താണ് ഷിനിയുടെ അഭിപ്രായം? എനിക്ക് പറയാനുള്ളത്, ഈ ADGPയുടെ മുന്നേ ADGP ഇഷ്യൂ വരുന്നതിന് മുന്നേ നമ്മുടെ തൃശ്ശൂരിലെ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് നോക്കിയാൽ മതി. CPM ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും വോട്ട് ഭൂരിപക്ഷം കയറി വന്നിട്ടുള്ളത് BJPക്കായിരുന്നു. കഴിഞ്ഞ കാലങ്ങളില് CPMന്റെ സിറ്റിംഗ് സീറ്റുകളിൽ വരെ 5ഓളം സംസ്ഥാന നേതാക്കന്മാര് CPIക്കും CPMനും ഉള്ള സ്ഥലമാണ് അന്തിക്കാട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കയറിയിട്ട് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കയറിയിട്ടുള്ളത് അന്തിക്കാട് പഞ്ചായത്തിൽ നിന്ന്. അതേപോലെ വോട്ട് മനഃപൂർവ്വം മറിച്ചതാണെന്നാണോ? മറിച്ചതാണ്, അതിലൊരു തർക്കമല്ല. അല്ലാതെ സിറ്റിംഗ് സീറ്റുകൾ എങ്ങനെയാണ് CPMന്റെ കയ്യിൽ നിന്ന്, അതായത് പഞ്ചായത്തിലുള്ള വോട്ടുകൾ എങ്ങനെയാണ് CPMന്റെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ലായിരുന്നല്ലോ ഇത്രയും കാലമായിട്ട്. അപ്പൊ അന്ന് മുതലേ, അതിന്റെ മുന്നേ മുതലേ ഓൾറെഡി പിണറായി വിജയൻ ഇതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ADGPയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെയും ഈ കുടുംബത്തെയും, അതായത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നത് ADGPയാണ്. ആ ADGPയെ സംരക്ഷിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കടമയാണ്. ആ ഒരു രാഷ്ട്രീയമാണ് ഇപ്പൊ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെ വ്യക്തമാണ് ശ്രീ ഷിനി താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. തോമസ് അടിമാലിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. തോമസ് നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ അഭിപ്രായം. നമസ്കാരം. ADGPനെ സംരക്ഷിക്കുന്ന കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും തമ്മിലൊരു ധാരണയുണ്ട്. നമ്മളിന്ന് കണ്ടില്ലേ സുരേന്ദ്രൻ വെറുതെ വിട്ടത്. ഇങ്ങനെ ഓരോ കേസും RSSുമായിട്ട് വലിയ ബന്ധമാണ്. അപ്പൊ സുരേഷ് ഗോപിനെ അവിടുന്ന് ജയിപ്പിച്ചു വിട്ടണം. അപ്പൊ ഈ ADGPക്കെതിരെ റിപ്പോർട്ട് കൊടുത്താൽ മുഖ്യമന്ത്രിയാണ് തൂങ്ങാൻ പോണത്. ഈ തൊഴിലാളികളുടെ പാർട്ടീനെ നശിപ്പിക്കുവാണ് അയാളുടെ കുടുംബത്തിനും വേണ്ടിയിട്ട്. ഞാനൊക്കെ ജനിച്ചപ്പോ CPMന്റെ വീട്ടിലേക്ക് ജനിച്ചതാണ്. ഈ പ്രാവശ്യം ഡീൻ കുര്യാക്കോസിന് CPMകാർക്ക് അരിവാൾ ചുറ്റി അല്ലാണ്ട് വേറെ ഒരു കൈപ്പത്തി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ. കാരണം ഈ നാട് ഒരു പ്രശ്നം നേരിടുമ്പോൾ നമ്മളത് പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസിന് അപ്പൊ ഇപ്പൊ തോമസ് CPM അനുഭാവി അല്ല എന്നാണോ പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തി? ഞാൻ CPMന്റെ മെമ്പറായിരുന്നു. ഈ അക്രമത്തിന് കൂട്ടിയേക്കാൻ നമ്മളില്ല, അതുകൊണ്ട് ഇനി വോട്ട് ചെയ്യില്ല എന്നുണ്ടോ? ഒരു സഹകരണമില്ല. കാരണം ഈ പാർട്ടി ഇതുപോലെ ഒരു വ്യക്തിക്ക് വേണ്ടി നശിപ്പിച്ചു കളഞ്ഞതിനാണ് നമുക്ക് വിഷമം. ശരി, വളരെ നന്ദി തോമസ് വിളിച്ചതിന്, അഭിപ്രായം പങ്കുവച്ചതിനും. നാസർ വിളിക്കുന്നുണ്ട് ചവറയിൽ നിന്ന്. നാസർ നമസ്കാരം, അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം, ഞാൻ നാസർ അലി പന്മന എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ RSS ബന്ധമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്നത് CPM. അത് ഏകദേശം ഒരു ഇച്ചിരി പകുതിയുള്ള, അത് കൊച്ചു കുട്ടികൾക്ക് വരെയൊക്കെ എന്താണ് ഏകദേശം കാര്യങ്ങൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ചെറിയ ബോധമൊക്കെയുള്ള പിള്ളേർക്ക് വരെ എന്താണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ CPMന്റെ അടിമകളായ കുറെ സഖാക്കളുണ്ട്. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് അവരെന്താണ് ഒരു തല പണയം വെച്ചിരിക്കുകയാണ്. ഏത് പാർട്ടിയുടെയും വിജയം എന്ന് പറഞ്ഞത് അടിമകളായ കുറെ അണികളുള്ളതാണ് ഏത് പാർട്ടിയുടെയും വിജയം. അക്കാര്യത്തിൽ എന്താണ് CPM ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. കുറെ അടിമകളെ വാർത്തെടുക്കുന്നതിൽ CPM വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ എന്തുണ്ട്? ഇതിപ്പോ 2 ദിവസമായിട്ട് നമ്മൾ ചാനൽ ചർച്ച ഒന്ന് നോക്കിയാൽ ആ ചാനൽ ചർച്ചയ്ക്കകത്ത് നമ്മുടെ ഈ ഹിന്ദുവിന്റെ വിവാദം മനസ്സിലായില്ല. നമ്മുടെ ഡൽഹിയിൽ ഇന്റർവ്യൂ എടുത്തില്ലേ, ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ കൊണ്ട് അതിനെതിരെ ഒരു അന്വേഷണം, ഈ കൈസൻ എന്ന് പറയുന്ന ഇതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് ഈ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം 2 ദിവസമായിട്ട് ചർച്ചയിൽ കുത്തിയിരുന്ന് ചോദിക്കുക. CPMന്റെ ഒരു നേതാവ് അത് പറ്റും അല്ലെങ്കിൽ ഒന്ന് നോക്കാം എന്ന് പറയാൻ ഒരു ആർജവമില്ല. ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ CPI എന്ന് പറയുന്ന പാർട്ടി ഏകദേശം ആർജവമുള്ള ഒരു പാർട്ടിയാണ്. ഇതിന്റെ കൂടി എന്ത് ചെയ്ത് അതിന്റെ RPSും ഏകദേശം പൂട്ടാറായി. വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ RSSന്റെ ഒരു ബന്ധം അത് പകല് പോലെ വ്യക്തമാണ്. വോട്ടർമാർ ഒരുപാട് പേര് മാറി ചിന്തിക്കുന്നവർ കമ്മ്യൂണിസം വേണം എന്നൊരാശയത്തിലാണ് പല ആൾക്കാരും ഇവിടെ. ഏത് പഴയകാല കമ്മ്യൂണിസം അത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അതിനെ നശിപ്പിച്ചു. പക്ഷെ ഒരുപാട് ആൾക്കാർ, പുതിയ തലമുറയിലെ ഒരുപാട് ആൾക്കാർ, പല സഖാക്കന്മാരും, പേഴ്സണലി നമുക്കറിയുന്ന പല സഖാക്കന്മാരും അമർഷത്തിലാണ്. വരുന്ന തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ഇവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നത്
വ്യക്തമാണ്. ഓക്കെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. വളരെ നന്ദി നാസർ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നൈസാമാണ് കൊട്ടിയത്ത് നിന്ന് വിളിക്കുന്നത്. നൈസാമ നമസ്കാരം, പറഞ്ഞോളൂ അഭിപ്രായം. നമ്മളെ ഇപ്പം ഈ ADGPയുടെ കാര്യത്തിന് RSSുമായിട്ട് സംസാരിച്ചതാണ് കുറ്റം എന്ന് പറയും. ഈ രാജ്യത്ത് അംഗീകൃതമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അതുപോലുള്ള ഒരു സംഘടനയാണ്. അവരുമായിട്ട് സംസാരിക്കുന്ന ഈ രാജ്യത്തിന് ദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ രാജ്യം എന്നെ നിരോധിച്ചു തന്നെയായിരുന്നു. RSSകാർ ഇപ്പൊ രാഷ്ട്രപതിയുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സംസാരിച്ചു എന്നുള്ളതല്ലോ ഇവിടെ ADGPക്ക് എതിരായിട്ട് എതിരായിട്ടെന്ന് പറയാൻ സംസാരിച്ചതെന്നല്ലേ ഉള്ളൂ. സംസാരിച്ച് അദ്ദേഹം എന്തിനവിടെ പോയി? അത് അദ്ദേഹം ആ ഒരു ചുമതലയിൽ ഇരിക്കുമ്പോൾ അത് ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, RSS ഒരു രാജ്യദ്രോഹ സംഘടനയല്ല, രാജ്യത്തെ നിരോധിത സംഘടനയല്ല. അങ്ങനെയുള്ള ഒരു സംഘടനയുമായിട്ട് സംസാരിക്കുക. അദ്ദേഹത്തിനോട് പഠിച്ച ഒരു സുഹൃത്തുമായിട്ട് പോയി സംസാരിച്ചു. വ്യക്തിപരമായ സംസാരങ്ങൾ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയുമായിട്ടും RSSകാർ സംസാരിക്കും, ജമാഅത്ത് ഇസ്ലാമിക്കാർ സംസാരിക്കുന്നില്ലേ, ക്രിസ്ത്യൻ സംഘടനകൾ സംസാരിക്കുന്നില്ലേ, ഇവിടുത്തെ ബിഷപ്പന്മാർ സംസാരിക്കുന്നില്ലേ? അതുപോലുള്ള ഒരു സംസാരമൊന്നുമില്ല. അതിനപ്പുറം ഇതൊക്കെ വലിയ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യങ്ങൾ പോലും ഇല്ല. ഇപ്പൊ ഞാൻ ഒരു വഴിക്ക് പോയപ്പോഴത്തേക്ക് എന്റെ മോൾ ഒരാളുടെ ഒക്കെ സംസാരിച്ചു, ഉടനെ അത് കുഴപ്പമായി പോയി എന്ന് പറയുന്ന രീതിയിലുള്ള അവസ്ഥയുള്ളൂ. ഇതൊക്കെ വെറുതെ ചുമ്മാ ഇതൊക്കെ വെറുതെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ ആൾക്കാരെ ഉയർത്തിക്കൊണ്ട് വന്ന് ചെറുതെ ചുമ്മാ RSS എന്ന് പറയുന്ന ഈ രാജ്യത്ത് നിരോധിച്ച സംഘടനയാണോ? രാജ്യത്തിന് വേണ്ടി ഈ വിഷയം മാത്രമല്ല, ഇപ്പൊ ADGP MR അജിത് കുമാറിനെതിരെ ഉയരുന്ന മറ്റ് പല വിഷയങ്ങളും ഉണ്ടല്ലോ. അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. വേറൊരു കാര്യം മാഡത്തിനോട് ചോദിച്ചോട്ടെ, ഇന്ന് ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയപ്പം അതിനെതിരെ ഇന്ത്യയിൽ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ഒരു സംഘടനയാണത്. ഞാനൊരു മുസൽമാനാണ്. അതുകൊണ്ട് RSS ഒരു നിരോധിത സംഘടനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നിരോധിച്ച സംഘടനയുമായിട്ട് നിങ്ങൾ രഹസ്യമായി. അതാണ് നൈസാമിന്റെ അഭിപ്രായം. അതൊരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നു. അതിന് അത്ര പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ അച്ഛന്മാരൊന്നും ഇനി പോലീസുകാരോട് സംസാരിക്കാൻ പാടില്ല, മുസ്ലിം സംഘടനകൾ സംസാരിക്കാൻ പാടില്ല. നൈസാം, വളരെ നന്ദി വിളിച്ചതിന്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുഗുണനാണ് വിളിക്കുന്നത്, ചേർത്തലയിൽ നിന്ന്. നമസ്കാരം സുഗുണൻ, പറഞ്ഞോളൂ അഭിപ്രായം. സുഗുണന്റെ കോള് നഷ്ടമായിരിക്കുകയാണ്. ഷാഹുൽ ചേറ്റുവയിൽ നിന്ന് വിളിക്കുന്നു. ഷാഹുൽ നമസ്കാരം, പറഞ്ഞോളൂ ഷാഹുലിന്റെ അഭിപ്രായം. ഈ മുമ്പേ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ RSSനെ നിരോധിച്ച ഏറ്റവും വലിയൊരു നേതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ നേതാവിന്റെ പ്രതിമയാണ് എവിടെ സ്ഥാപിച്ചത്? ഗുജറാത്തില്. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. ബാക്കി ഇവിടെ ഈ സംഘപരിവാർ നടപ്പിലാക്കുന്ന വിഷയങ്ങള്, ആ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അറിയാതെ പോവാൻ പാടില്ല. ഇവിടെ എന്താ വിഷയം വന്നിട്ട്, ഇവിടെ ഈ ജനാധിപത്യം, മതേതരത്വം അതിനെ തകർക്കാൻ ഓരോ സമയവും നമ്മൾ ഉപയോഗിക്കുന്നു. അതിന്റെ ഭാഗം ഈ സർക്കാർ കാണിക്കുന്നത്. ഒരു തർക്കം വേണ്ട അതില്. സർക്കാർ എന്താ കാണിക്കുന്നത്? സർക്കാർ ഇപ്പൊ കാണിക്കുന്നത് ചെറ്റത്തരല്ലേ? ഓരോ കാര്യങ്ങള്, ഓരോ വിഷയങ്ങള് നമ്മളൊക്കെ പൊട്ടന്മാരാക്കില്ലേ? ഞാനടക്കം നിങ്ങളടക്കമുള്ള ആളുകളൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് ഒരു സമീപനല്ലേ ഇവര് നടപ്പിലാക്കുന്നത്. എത്ര വിഷയങ്ങള് പ്രതിപക്ഷം കൊണ്ടുവന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി ഉണ്ടാ? ഒരു തരത്തിലും മറുപടി ഇല്ലല്ലോ. ഇന്ന് ഈ പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ആളുകള് പറയുന്ന വിഷയങ്ങളില് മറുപടി ഇല്ലല്ലോ ആർക്കും. ഇത്രമാത്രം മതപതിച്ചു പോയി എന്നുള്ളതാണ് എന്റെ വിഷയം. പിന്നെ ഒരു വിഷയം കൂടി ഉണ്ടിട്ടാ. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രം. വേഗം പറഞ്ഞോളൂ. ഇവിടെ ഒരുമിച്ച് നിൽക്കാവുന്ന അധികാരമുണ്ട് ഏത് മതവിഭാഗത്തിനും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അന്ന് നമ്മളൊക്കെ പാടിയ ഒരു ഇതുണ്ട്. ഇവിടെ നമുക്കൊക്കെ ഒരുമിച്ച് നിൽക്കാനുള്ള അധികാരം ഗാന്ധി തന്നിട്ടുള്ളത്. ഓക്കെ ഷാഹുൽ, വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. എന്തായാലും പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.